നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മോഹൻലാലിന്റെ രണ്ടാമൂഴം എന്ന ചിത്രത്തെക്കുറിച്ച് നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. രണ്ടാമൂഴം നടക്കുമോ അതോ രണ്ടാമൂഴം ഉപേക്ഷിച്ചോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പലയിടത്തും കേട്ടുകൊണ്ടിരിക്കുന്നു. അത് കേട്ട് ഇപ്പം അതിനൊരു വിലയില്ലാത്ത രീതിയിലേക്ക് അതിൻ്റെ ഭാഷ മാറിയിരിക്കുന്നു എന്നൊരു കാര്യം കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസിൻ്റെ താഴെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുക്കാറുണ്ട്. അത് ആരും തന്നെ ശ്രദ്ധിക്കാറില്ല, കാരണം ഞാൻ അതിനെപ്പറ്റി എൻ്റെ വീഡിയോയിലൊന്നും പറയാറുമില്ല. എന്തായാലും ഈ വീഡിയോയുടെ താഴെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ID-യിൽ ടച്ച് ചെയ്തൊന്ന് കയറി നോക്കുക. ഞാൻ ചെയ്ത ഫോട്ടോസ് എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതൊരിക്കലും സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒന്നുമല്ല. അത് ഫോട്ടോസ് മാത്രമാണ് അതിനകത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. ഞാനെടുത്ത ഫോട്ടോസ് എനിക്ക് നല്ലതെന്ന് തോന്നിയ ഫോട്ടോസ് മാത്രമാണ് അതിനകത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഫോട്ടോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. VA ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന സംവിധായകനെ നമുക്ക് ഇപ്പോൾ അറിയാം. അദ്ദേഹം ആദ്യം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് രണ്ടാമൂഴം എന്ന് പറയുന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്യും. 1000 കോടി രൂപ ബഡ്ജറ്റിൽ BR ഷെട്ടി എന്ന് പറയുന്ന വലിയ ഒരു ബിസിനസ്മാൻ ആ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യും. ഭീമന്റെ കഥാപാത്രമായി മോഹൻലാൽ സ്ക്രീനിലെത്തും എന്നുള്ള വിശേഷങ്ങളിലൂടെ എല്ലാമാണ് നമ്മൾ രണ്ടാമൂഴത്തെയും VA ശ്രീകുമാറിനെയും നമ്മൾ ആദ്യമായി കാണുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. അതിനുശേഷം ആ പടം പകുതി വെച്ചിട്ട് എന്തോ ഒരു കാരണങ്ങളാൽ, നമുക്ക് അവ്യക്തമായിട്ടുള്ള കാരണങ്ങളാൽ അത് നിന്നു പോവുകയും അതിന് പകരമായിട്ട് VA ശ്രീകുമാർ മേനോനും മോഹൻലാലും തമ്മിലുള്ള ഒരു ചിത്രം കൂടി, ഒരു പുതിയൊരു ചിത്രം വരികയുമാണ് ഉണ്ടായത്, ഒടിയൻ എന്ന പേരിൽ. ഒടിയനെ കുറിച്ച് VA ശ്രീകുമാർ മേനോൻ വളരെയധികം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഹൈപ്പുകളെല്ലാം ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ തകർന്നു വീഴുകയും ആ ഹൈപ്പ് ആ ചിത്രത്തിന് വളരെയധികം ദോഷം ചെയ്യുകയും ഉണ്ടായി. ചിത്രം തിയേറ്ററുകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളൊരു കാര്യം എല്ലാവരും അംഗീകരിക്കുക. ചിത്രം നല്ല വലിയ തരക്കേടില്ലാത്ത രീതിയിലുള്ള അഭിപ്രായം നേടിയെടുക്കാനും സാധിച്ചു എങ്കിൽ പോലും ആ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആ ഹൈപ്പ് ആ ചിത്രത്തെ വളരെയധികം നെഗറ്റീവായി ഭവിക്കുകയാണ് ഉണ്ടായത്. 4 മണിക്കൊക്കെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് പടം കണ്ടവർക്കെല്ലാം, കാലത്ത് 4 മണിക്കൊക്കെ പോയി ഫസ്റ്റ് ഷോ കണ്ടവർക്കെല്ലാം തീർച്ചയായും നിരാശ തന്നെയാണ് ചിത്രം നൽകിയത്. കാരണം ഒരു വലിയൊരു ക്ലാസ് മാസ് സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ പോയി കണ്ടിരുന്നിട്ട് മാസൊന്നും അതിനകത്ത് വലിയ പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിച്ചില്ല. അത് തന്നെയാണ് അതിൻ്റെ നിരാശയ്ക്ക് കാരണം. അതിൻ്റെ തെറ്റുകളെല്ലാം വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പഴിയെല്ലാം കേൾക്കേണ്ടി വന്നത് അതിൻ്റെ സംവിധായകനായ VA ശ്രീകുമാർ മേനോന് തന്നെയാണ്. അത് മാത്രമല്ല, ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ രണ്ടാമൂഴത്തിൻ്റെ തിരക്കഥാകൃത്തായ MT വാസുദേവൻ നായർ കോടതിയെ സമീപിക്കുകയും 2 കൊല്ലത്തോളമായിട്ട് ആ ചിത്രത്തിൻ്റെ തിരക്കഥ മേടിച്ചു വെച്ചു, അതിനെപ്പറ്റിയുള്ള മുന്നോട്ടുള്ള യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കേസ് കൊടുക്കുകയും അതിൻ്റെ പേരിൽ ആ ചിത്രം ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് വരികയും ചെയ്തു. എന്തായാലും കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ ആയതോടുകൂടി അതിൻ്റെ പ്രൊഡ്യൂസറായ BR ഷെട്ടി പിന്മാറുകയാണ് ഉണ്ടായത്. ചിത്രം ഒടിയൻ റിലീസ് ചെയ്ത് ചിത്രത്തിൻ്റെ റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷവും ഇതിനെപ്പറ്റിയുള്ള യാതൊരു കാര്യങ്ങളും മുന്നോട്ട് പോവുകയുണ്ടായില്ല. ചിത്രം റിലീസ് ചെയ്യുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് ശ്രീകുമാർ മേനോൻ ദുബായിൽ നടന്ന ഒരു റേഡിയോ ഷോയിൽ അദ്ദേഹം പറയുകയുണ്ടായി, ചിത്രം നടക്കുമെന്നും രണ്ടാമൂഴം നടക്കുമെന്നും അത് MT വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റിൽ തന്നെയായിരിക്കും ചിത്രം ചെയ്യുക എന്നും BR ഷെട്ടി തന്നെയായിരിക്കും ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ എന്നുമുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ഒടിയൻ റിലീസ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് പറയുകയുണ്ടായി. എന്നാൽ പിന്നീട് നടന്ന കാര്യങ്ങൾ BR ഷെട്ടി പിന്മാറുകയും ഇനി ഒരിക്കലും VA ശ്രീകുമാർ മേനോന് രണ്ടാമൂഴത്തിൻ്റെ സ്ക്രിപ്റ്റ് കൊടുക്കില്ല എന്ന രീതിയിൽ MT വാസുദേവൻ നായർ പറഞ്ഞു എന്നുള്ള വാർത്തകളും എല്ലാം പുറത്തു വന്നു. MT വാസുദേവൻ നായർ അങ്ങനെ പറഞ്ഞു എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമൊന്നുമില്ല. എന്തായാലും അങ്ങനെയുള്ള വാർത്തകളെല്ലാം പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ, ചിത്രം നടക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയസിലെല്ലാം കണ്ടുവരുന്നു. എനിക്കും നിരവധി മെസ്സേജുകൾ ലഭിക്കാറുണ്ട്. അവസാനം നമ്മൾ കേട്ടതാണ് നമ്മുടെ സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള, എന്താണ് അയാളുടെ പേര്, ജോമൻ പുത്തൻപുരയ്ക്കലെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു വാർത്ത പുറത്തുവിടുകയുണ്ടായി. രണ്ടാമൂഴം നടക്കുമെന്നല്ല പറഞ്ഞ, മഹാഭാരതം നടക്കും. VA ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന മഹാഭാരതം നടക്കും. അതിനകത്ത് മോഹൻലാൽ അഭിനയിക്കും. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ SK നാരായണൻ എന്ന് പറയുന്ന ആളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. അതെന്തായാലും മോഹൻലാൽ ആരാധകരെല്ലാം വളരെയധികം ഷെയർ ചെയ്യുകയും അവരെ ആഘോഷിക്കുകയും ചെയ്ത കാര്യമാണ്. ഈ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർ SK നാരായണൻ എന്ന് പറയുന്ന ഈ പ്രൊഡ്യൂസർ 1200 കോടി രൂപ
1200 കോടി രൂപയൊക്കെ വെച്ചൊരു പടം പിടിച്ചു കഴിഞ്ഞാൽ, അത് മലയാളത്തിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ റിട്ടേൺ എന്നതിനെ കുറിച്ചൊക്കെ ഒരു വലിയൊരു ചോദ്യം നിൽക്കുന്നുണ്ട്, വലിയ ഒരു ചോദ്യം തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരു സിനിമ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മഹാഭാരതം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മഹാഭാരതമാണെന്നുണ്ടെങ്കിൽ രണ്ടാം ഊഴമായിരിക്കില്ല എന്നൊരു കാര്യം ആണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ശ്രമിച്ചത്. അതായത് മഹാഭാരതവും രണ്ടാം ഊഴവും രണ്ടും രണ്ടാണെന്ന് രണ്ടാം ഊഴം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. രണ്ടാം ഊഴം എന്ന് പറയുന്നത് ഭീമന്റെ കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിലൂടെയാണ് രണ്ടാം ഊഴം എന്ന് പറയുന്ന കഥ നടന്നു പോകുന്നത്. ആ സമയം മഹാഭാരതം എടുക്കുമ്പോൾ അതൊരു ത്രില്ലർ, ഒരു വേറെ റേഞ്ചിലാണ്. നമ്മുടെ ഇപ്പം എന്താ ഒരു ചതി, വഞ്ചന, അങ്ങനെ അണ്ടർവേൾഡ് വരെ ഉണ്ട് അതിനകത്ത്. ഭയങ്കരമായിട്ടുള്ള ഗെയിമുകളൊക്കെ ഉള്ളൊരു സംഭവമാണ്. കുറേ വാൾപ്പയറ്റും അങ്ങനെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമായിരിക്കും മഹാഭാരതം എന്ന് പറയുന്നത്. പക്ഷേ രണ്ടാം ഊഴം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാസമൊന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. എന്തായാലും എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ തന്നെ ഈ BR ഷെട്ടിയുടെയും ശ്രീകുമാർ മേനോന്റെയും മോഹൻലാലിന്റെയും പേരിലുള്ള രണ്ടാം ഊഴം അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ മഹാഭാരതം ഹിന്ദിയിൽ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ അമീർ ഖാൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അദ്ദേഹം അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളിലുമാണ് എന്നും അറിയാൻ സാധിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത 10 വർഷം അദ്ദേഹം മഹാഭാരതത്തിന്റെ അതെന്തോ 4 ഭാഗങ്ങളിലായിട്ടാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. ആ 4 ഭാഗങ്ങൾക്ക് വേണ്ടിയായിരിക്കും തൻ്റെ ലൈഫ് മാറ്റിവെക്കുക എന്നുള്ള കാര്യം അദ്ദേഹം ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ അപൂർവമായിട്ട് മാത്രമേ മറ്റുള്ള ചിത്രങ്ങൾ വരികയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ സംഭവത്തിനെ പറ്റി പറയുമ്പോൾ അതിന്റെ പ്രൊഡ്യൂസർ വന്നിരിക്കുന്നത് നമ്മുടെ റിലയൻസ് ഗ്രൂപ്പാണ് ആ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ബഡ്ജറ്റ് വലിയ വിഷയമായിരിക്കും എന്ന് തോന്നുന്നില്ല. പിന്നെ അമീർ ഖാനെ പോലുള്ളൊരു നടനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സിനിമയിൽ അഭിനയം മാത്രമല്ല ബാക്കി എല്ലാ മേഖലകളിലും അദ്ദേഹം തന്നെയാണ് നിയന്ത്രിക്കുന്നത്. നമ്മുടെ ഏകദേശം കമലഹാസന്റെ ഒക്കെ കാര്യം പറഞ്ഞ മാതിരി അദ്ദേഹം തന്നെയായിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഉള്ളത് കൊണ്ട് ആ ചിത്രം നടക്കുമെന്നുള്ള കാര്യം 100% നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേറെ ഗെയിമുകളൊന്നും അതിൻ്റെ അടിയിൽ നടന്നില്ലെങ്കിൽ, അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമീർ ഖാന്റെ ഹിന്ദിയിലെ വൻ ബഡ്ജറ്റിൽ, അതും ഏകദേശം 1000 കോടി രൂപ എന്ന് തന്നെയാണ് അവിടെ പറയപ്പെടുന്നത്. 1000 കോടി രൂപ മുടക്കി അമീർ ഖാന്റെ ഒരു പടം മഹാഭാരതം ഹിന്ദിയിൽ നിർമ്മിക്കുമ്പോൾ എന്തുകൊണ്ടും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, ആ ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് മാത്രം മോഹൻലാലിൻ്റെ മഹാഭാരതമായാലും രണ്ടാം ഊഴമായാലും റിലീസ് ചെയ്താൽ മാത്രമേ അതിനൊരു പബ്ലിസിറ്റി അല്ലെങ്കിൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാവുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കൊടുക്കാവുന്നതാണ്. എന്തായാലും അമീർ ഖാന്റെ സംഭവം നടക്കും, അല്ലെങ്കിൽ അമീർ ഖാന്റെ ആ ചിത്രം നടക്കും എന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. ഇപ്പോഴും മലയാളത്തിൽ ഈ ചിത്രം നടക്കുമോ എന്നതിനെക്കുറിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല. VA ശ്രീകുമാറിന്റെ ഫേസ്ബുക്ക് പേജിലെല്ലാം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ ചിത്രം നടക്കുമോ, ഈ ചിത്രം നടക്കുമോ, എന്താണ് ചേട്ടാ ഇതിന്റെ ഭാവി പ്ലാനിങ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതുവരെ അതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു മറുപടിയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ആ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. എന്തായാലും നല്ലൊരു ചിത്രമായിരിക്കാം അത് നടന്നു കഴിഞ്ഞാൽ. കാരണം അത്രയും ബഡ്ജറ്റ്, ഇപ്പോൾ 1200 കോടി രൂപ ബഡ്ജറ്റിൽ ഒരു ചിത്രം മലയാളത്തിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ അവതാർ എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്യാൻ നേരത്തെ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്തൊരു കാര്യം, അവതാർ എന്ന് പറയുന്ന സിനിമ 1500 കോടി രൂപ മുടക്കുമുതലാണ് വന്നത് എന്നുള്ള പേരിലാണ് അന്ന് അവതാർ മാർക്കറ്റ് ചെയ്യപ്പെട്ടത്. ഒരു അല്പം പ്രായമുള്ളവർക്കൊക്കെ അറിയാം. അതായത് ആ ചിത്രം തിയേറ്ററിൽ വന്ന 2008 മറ്റുമാണ്. ആ സമയത്ത് ചെറുപ്പക്കാരായിരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ആ സിനിമ ഏത് രീതിയിലാണ് മാർക്കറ്റ് ചെയ്തതെന്ന്. അതായത് 1500 കോടി രൂപയ്ക്ക് അവതാർ പിടിക്കാമെന്നുണ്ടെങ്കിൽ 1200 കോടി രൂപയ്ക്ക് മഹാഭാരതം പിടിക്കുന്നതിലുള്ള ഒരു അസ്വാഭാവികത, അതാണ് ഞാൻ ചോദിച്ചത്. വേറൊരു കാര്യം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവതാർ എന്ന് പറയുന്ന ചിത്രത്തിന് വേൾഡ് വൈഡ് ആണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ആ ചിത്രം ഏകദേശം 40,000 കോടി രൂപയോളാണ് കളക്ട് ചെയ്തത്. ഈ മഹാഭാരതം മലയാളത്തിൽ എടുക്കുമ്പോൾ മലയാളത്തിലെ ബഡ്ജറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു 1200 കോടി രൂപ മുടക്കിയാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ റിട്ടേൺ എന്നതൊക്കെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. എന്തായാലും അതിലേക്കൊന്നും നമ്മൾ നോക്കുന്നതിൽ കാര്യമില്ല. അത് എന്തെങ്കിലും അതിനോട് റിട്ടേണിനെ പറ്റി കൃത്യമായിട്ട് ധാരണ ഉള്ളത് കൊണ്ടായിരിക്കും ഈ പ്രൊഡ്യൂസറായിട്ട് വരുന്ന ആൾക്കാർ അങ്ങനെ ഒരു മുടക്കുമുതൽ ഒരു പടം പിടിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു 2-3 കൊല്ലം മുമ്പ് 25 കോടി രൂപ മലയാളത്തിൽ മുടക്കിയാൽ തിരിച്ചു കിട്ടുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഇന്നിപ്പോൾ 100-120 കോടി രൂപ മുടക്കി മലയാള സിനിമകൾ പ്ലാൻ ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 1000 കോടി രൂപ എന്ന് പറയുന്ന വലിയ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനിങ് അവർ അതിനകത്ത് കണ്ടിട്ടുണ്ടാകും റിട്ടേണിൽ. പ്രധാനമായിട്ട് അത് സംവിധാനം ചെയ്യാൻ പോകുന്ന VA ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ പക്കയാണ്.
ഒടിയനിൽ നമ്മൾ കണ്ടാണ് അദ്ദേഹം എങ്ങനെയാണ് ആ ചിത്രം മാർക്കറ്റ് ചെയ്തതെന്നുള്ളത്. അദ്ദേഹം ചെയ്ത ഹൈപ്പുകളുടെ കാര്യങ്ങളല്ല പറഞ്ഞത്. ആ ചിത്രം സാമ്പത്തികമായിട്ട് അദ്ദേഹം കളക്ഷൻ നേടാനും അല്ലെങ്കിൽ അദ്ദേഹം അതിനെ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിച്ച രീതിയൊക്കെ വളരെ പക്കയായിരുന്നു. ചിത്രത്തിൻ്റെ റിപ്പോർട്ട് ഫസ്റ്റ് ഡേ തന്നെ മോശമാണ് എന്ന് അറിഞ്ഞപ്പോൾ സെക്കൻഡ് ഡേ കഴിഞ്ഞ് തേർഡ് ഡേ 3-ാം ദിവസം അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് നെഗറ്റീവ് റിപ്പോർട്ട് പറഞ്ഞവരുടെ ആ നെഗറ്റീവ് റിപ്പോർട്ടുകളെ പോസിറ്റീവാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹം ഉണ്ടായത്. അത് ആ ചിത്രത്തിന് വളരെയധികം മാർക്കറ്റിംഗ് ഗുണം ചെയ്തു എന്നും നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ മുടക്കുന്ന പൈസ തിരിച്ചു പിടിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ഐഡിയാസ് എല്ലാം എന്തായാലും VS ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഉണ്ടാവും. ഇനി അത് മുടക്കുന്ന ആളുടെ കാര്യം പറഞ്ഞത് ശരിയാണോ അതോ അതുപോലെ തന്നെ ഈ 2-ാം ഊഴമാണോ മഹാഭാരതമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരാനുള്ളത്. എന്തായാലും ഞാൻ നല്ല രീതിയിൽ തന്നെ ആ ചിത്രത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത്രയും നല്ലൊരു ബഡ്ജറ്റിലുള്ള ഒരു സിനിമ, അത് മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കണ്ടിരിക്കാൻ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. മഹാഭാരതമാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ത്രില്ലർ തന്നെയായിരിക്കും. 2-ാം ഊഴത്തിൻ്റെ കാര്യം ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു സാധനമാണ്. ഒരു ക്ലാസ് രീതിയിൽ മാത്രമേ 2-ാം ഊഴം എടുക്കാൻ സാധിക്കൂ എന്നാണ് എനിക്ക് അത് പുസ്തകം വായിച്ചപ്പോൾ തോന്നിയത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. അല്പം ലെങ്ത് കൂടിയതായിട്ട് കാണുന്നു, എന്തായാലും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതോടൊപ്പം തന്നെ Instagram ID ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.